ഇന്ന് ഞാൻ വന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു. ഇന്നത്തെ ദിവസം തന്നെ പോയി എന്ന് പറഞ്ഞാൽ മതി, അതുപോലത്തെ മഴ. എത്ര ദിവസമായി. അങ്ങനെ വന്ന ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം ഇവന്മാരെ ഭജൻസൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു. എന്താ അല്ലേ, വീഡിയോ എടുത്തെടുത്താണോ എന്തോ ഫോണിൻ്റെ ക്ലാരിറ്റി കുറഞ്ഞു വരുവാണ്. ഇപ്പോൾ പുതിയൊരു ഫോണ് വാങ്ങിക്കാതെ വേറെ രക്ഷയൊന്നുമില്ല. സാമ്പത്തികം കുറച്ച് സ്റ്റേബിളായി കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ തേച്ച് വെച്ചിട്ടാണ് ബാക്കി പണിയൊക്കെ കഴിച്ചത്. അധികം പണിയൊന്നുമില്ലായിരുന്നു. കറണ്ട് പോയി വന്നു ഇരുന്നുകൊണ്ട് എല്ലാവരെയും ഞാൻ നേരത്തെ തന്നെ ചോറ് കൂട്ടിച്ച് കിടത്തി ഉറക്കി. ഈ കെറ്റിൽ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഞാൻ എപ്പോഴും ഇതിനകത്ത് ഇങ്ങനെ വെള്ളം ചൂടാക്കിക്കൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് തന്നെ കറണ്ട് ബില്ല് വരുമ്പോൾ ഇവിടെ ഭയങ്കര ഇടിയാണ്. ഞാനാണ് ഈ കെറ്റിലിൽ വെള്ളം തിളപ്പിച്ച് ഇവിടെ കറണ്ട് ബില്ല് കൂട്ടുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഇത് ചിയാസീഡ് വെള്ളത്തിടാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിങ്ങനെ ഇത് ചൂടാക്കിയത്. വെള്ളം ചിയാസീഡ് കുറച്ച് സമയം വെള്ളത്തിട്ട് അലിപ്പിച്ച് വെച്ചിട്ട് ഒന്നെങ്കിൽ രാത്രിയിലോ അല്ലെങ്കിൽ രാവിലെയോ കഴിക്കാം. ഇത് കുഞ്ഞിനുള്ള വെള്ളമാണ്. അതെടുത്ത് അവിടെ ചൂടോടെ വെച്ചാൽ മതി, അവൻ ആവശ്യത്തിനെടുത്ത് കുടിച്ചോളും. ഇത് ഞാൻ പെൻഡിങ് ഉണ്ടായിരുന്നൊരു വർക്കാണ് കേട്ടോ. കുറേ ദിവസമായി. അമ്മയുടെ ഒരു നൈറ്റിയുടെ തുണിയാണ്. അമ്മ എവിടെ നിന്നൊക്കെയോ തപ്പിക്കൊണ്ടുവന്നാൽ ഒന്ന് തയ്ച്ചതാന്ന് പറയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ വെട്ടിയൊക്കെ വെച്ചിട്ട് കുറേ ദിവസമായി. ഇന്നാണ് അതിനൊരു സമയം കിട്ടിയതല്ല. അമ്മ ഇനിയും കിടന്ന് ബഹളം വെക്കണ്ടല്ലോ എന്ന് ഓർത്തങ്ങ് തയ്ച്ചേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നാളെ ജോലിക്ക് പോകുന്ന വഴി ഇത് കൊടുത്തിട്ടും പോകാമല്ലോ. അമ്മയ്ക്ക് തയ്ച്ചതുകൊണ്ട് തന്നെ ഞാനത് ഇട്ട് നോക്കിയിട്ടോ. ഞാൻ നൈറ്റിയുടെ തുണി വെട്ടി തയ്ച്ചതുകൊണ്ട് തന്നെ എനിക്കിത് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അത്ര വലിയ മാരക സംഭവമൊന്നുമല്ല. പിന്നെ അങ്ങ് തയ്ച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞൻ അങ്ങോട്ട് കിടന്നുറങ്ങി. പിന്നെ ഞാൻ കുളിച്ച് ഫ്രഷായി നമ്മുടെ ചിയാസീഡ് വെള്ളത്തിയിട്ടതുണ്ടായിരുന്നല്ലോ, അതങ്ങോട്ട് കുടിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റാ.